ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിനെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. കോടതി തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നും ഇതിനോടകം നീതി ലഭിച്ചു കഴിഞ്ഞുവെന്നും മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി 24-നോട് പറഞ്ഞു. ക്രൈമിൻ്റെ ഗ്രേവിറ്റി മനസ്സിലായി കോടതി ഇങ്ങനെ റിമാൻഡ് ചെയ്തതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കോടതി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയായിരിക്കും. ഇത്തരത്തിലൊരു തീരുമാനം വന്നപ്പോഴും എനിക്ക് ആ ഒരു ഇത് തന്നെയാണ്. എന്താണോ ന്യായം, എന്താണോ നീതി, അത് നടക്കട്ടെ എന്നുള്ളതാണ്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ അഭിഭാഷകനെ ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് കോടതി വിധി പറയുന്നത്. ഇതിൽ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ നടന്ന വാദത്തിന്റെ ഒരു സ്വഭാവം? ഇപ്പോൾ നാളെ അതിൽ വിധി പറയുകയാണല്ലോ കോടതി. വിജയകുമാർ, അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിന് ജാമ്യം ലഭിക്കാൻ പരമാവധി ശ്രമം പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് പ്രകോപനപരമായി യുവ അഭിഭാഷക ബെയ്ലിൻ ദാസിനെതിരെ പെരുമാറിയെന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം. യുവ അഭിഭാഷക ബെയ്ലിൻ ദാസിനെ മർദ്ദിച്ചു, ഈ മുഖത്ത് പരിക്കേറ്റു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് കണ്ണിന് മുകളിൽ പുരികത്ത് ബെയ്ലിൻ ദാസിന് പരിക്കുണ്ട്, കാഴ്ച പരിമിതിയുണ്ട് എന്നതടക്കമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 11 ബെയ്ലിൻ ദാസിന് ജാമ്യം അനുവദിക്കാതിരുന്നത്. ഈ മാസം 27 വരെയാണ് റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുന്നുണ്ട്. അതിലും കോടതിയുടെ നിലപാട് ഏറെ നിർണായകമായിരിക്കും. ഈ വിധി വന്നതിന് പിന്നാലെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ബെയ്ലിൻ ദാസിനെ എത്തിച്ചു. അവിടെ നിന്ന് അല്പസമയം മുമ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ബെയ്ലിൻ ദാസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയെ ധരിപ്പിച്ച കാര്യം, വളരെ ഗൗരവമുള്ള കുറ്റമാണ് ബെയ്ലിൻ ദാസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. മാത്രമല്ല, പല ആരോപണങ്ങളും യുവ അഭിഭാഷക ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതായത് നേരത്തെയും സമാനമായ മർദ്ദനം ഈ ബെയ്ലിൻ ദാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ജാമ്യം അനുവദിക്കാതെ ഈ മാസം 27 വരെ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ വിധിയെ ശ്യാമിലി സ്വാഗതം ചെയ്യുന്നത്. കാരണം പോലീസും ഒപ്പം സമൂഹവും തന്നോടൊപ്പം നിന്നുവെന്ന് ശ്യാമിലി പറയുന്നുണ്ട്. എന്തായാലും നാളെ ഈ കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വീണ്ടും വരുന്നുണ്ട്. നേരത്തെ 3 വകുപ്പുകളായിരുന്നു ബെയ്ലിൻ ദാസിനെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ഒരു വകുപ്പ് കൂടി പോലീസ് ചേർത്തിരുന്നു. അതാ ഈ ശ്യാമിലിക്ക് ഈ മർദ്ദനത്തിൽ പരിക്കുണ്ട്, മുഖത്ത് പൊട്ടലുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് കോടതിയെ ധരിപ്പിച്ചു. ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നുള്ള ഒരു വകുപ്പ്, അതാണ് ജാമ്യമില്ലാ വകുപ്പായി ബെയ്ലിൻ ദാസിനെതിരെ ചുമത്തിയിരുന്നത്. അതാണ് ഈ കേസിൽ നിർണായകമായതും. എന്തായാലും നിലവിൽ ജാമ്യം നിഷേധിച്ച ബെയ്ലിൻ ദാസിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിജയകുമാർ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് അഭിഭാഷകനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷയിൽ നാളെയാണ് കോടതി വിധി പറയുന്നത്. ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ. പാക് സമീപനം തുറന്നുകാട്ടാൻ വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കും. അഫ്ഗാനിസ്ഥാനുമായി തന്ത്രപരമായ നയതന്ത്ര ബന്ധത്തിനും ധാരണയായി. ഇന്ത്യ പാക് വെടിനിർത്തൽ ഈ മാസം 18 വരെ നീട്ടി. പാകിസ്ഥാൻ DGMO മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയും ഇന്ത്യൻ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും ബുധനാഴ്ച ഹോട്ട്ലൈൻ വഴി നടത്തിയ ചർച്ചയിലാണ് മെയ് 18 വരെ വെടിനിർത്തൽ നീട്ടാൻ ധാരണയായത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 18 വീണ്ടും ഇരു രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും DGMO തല ചർച്ച നടക്കും. അതിർത്തിയിലെ സേനാ വിന്യാസം പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത യോഗത്തിൽ ചർച്ചയാകും. അതിർത്തിയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ ആർമി അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യ നീക്കം ശക്തമാക്കി. എംപിമാരുടെ പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനാണ് തീരുമാനം.
5 മുതൽ 6 എംപിമാർ അടങ്ങുന്ന സംഘം US, UK, ദക്ഷിണാഫ്രിക്ക, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളാകും സന്ദർശിക്കുക. മെയ് 22-ന് ശേഷമായിരിക്കും പര്യടനം തുടങ്ങുക. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത്. ഇതിനകം എംപിമാർക്ക് ക്ഷണക്കത്തും അയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയും സംഘം വിദേശ പ്രതിനിധികളെ അറിയിക്കും. 24 ഡൽഹി. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുമായി ബന്ധം ഉപേക്ഷിച്ച സിയാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലിയിൽ നിന്ന് തുർക്കി സ്ഥാപനം സെലബിന വിലക്കേർപ്പെടുത്തി. ജീവനക്കാരെ മറ്റു കമ്പനികളിലേക്ക് പുനർവിന്യസിച്ചു. സ്ഥാപനത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന 300-ലധികം ജീവനക്കാരെയാണ് 3 സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിച്ചത്. തുർക്കി ബന്ധമുള്ള സ്ഥാപനത്തെ വിമാനത്താവളത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചിട്ടില്ല എന്ന് സിയാൽ വിശദീകരിച്ചു. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന കെ സുധാകരന്റെ വാദം തള്ളി ഹൈക്കമാൻഡ്. വിഷയത്തെ സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചെന്ന് ദേശീയ നേതൃത്വം അറിയിച്ചു. സുധാകരന്റെ ഇപ്പോഴത്തെ വിമർശനങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. എനിക്ക് നിരാശയുണ്ട്. സ്വാഭാവികം. ഇതിനാ മറച്ചു വെക്കുന്നു. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇത് പോകണമെന്നൊരു താല്പര്യമോ അവർക്ക് മനസ്സിലുണ്ടാകും. സ്വാഭാവികമായും അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇതൊക്കെ. സൂചന പോലും തരാതെയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതെന്നും മാറ്റിയ രീതി ശരിയായില്ലെന്നുമായിരുന്നു കെ സുധാകരൻ തുറന്നടിച്ചത്. KC വേണുഗോപാലിനെയും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും അടക്കം പരോക്ഷമായി വിമർശിച്ചു. എന്നാൽ സുധാകരന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ പദവിയിലെ മാറ്റം സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചു. ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം തേടിയ ശേഷമാണ്. സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപാദാസ് മുൻഷിയെ ധരിപ്പിച്ചത് സംസ്ഥാന നേതാക്കൾ തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃത്വത്തെ മാറ്റണമെന്നും നേതാക്കൾ നിലപാടെടുത്തെന്നും AICC വ്യക്തമാക്കി. കെ സുധാകരന്റെ വിമർശനത്തോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് AICCയുടെ തീരുമാനം. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കണ്ടത് ട്രെയിലർ മാത്രമെന്നും സിനിമ പിറകെ വരുന്നുണ്ട് എന്നും ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളം സന്ദർശിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ സഹായം നൽകുന്നത് ലോകത്തിന് ബോധ്യമായി. നിയന്ത്രണ രേഖ മറികടക്കാതെയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. प्रमाण भी दिया है। प्रमाण इस बात का कि भारत की युद्ध नीति और टेक्नोलॉजी यानी तकनीक भी दोनों बदल चुकी है। आपने प्रधानमंत्री मोदी जी के नेतृत्व में नए भारत का संदेश पूरी दुनिया तक इस बार पहुंचा दिया है। और साथियों, यह संदेश है कि अब भारत केवल विदेशों से इंपोर्ट किए गए हथियारों और प्लेटफॉर्म्स पर ही निर्भर नहीं है, बल्कि भारत में बने अस्त्र और शस्त्र भी हमारी सैन्य शक्ति का अब हिस्सा बन चुके हैं। अब भारत में बने और भारतीय हथियारों से बने हथियार भी अचूक और अभेद्य हैं। यह पूरे विश्व ने देख लिया है। ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है। हमारे देश में कहावत काफी पुरानी है और वह है दिन में तारे दिखना। मगर भारत में बनी ब्रह्मोस मिसाइल ने पाकिस्तान को रात के अंधेरे में दिन का उजाला दिखा दिया है। रात के अंधेरे में दिन का उजाला दिखा दिया है। भारत के जिस एयर डिफेंस सिस्टम की तारीफ हर तरफ हो रही है, उसमें ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ബ്രഹ്മോസ് ഉപയോഗിച്ചു പാകിസ്ഥാനെതിരെ എന്നിതാദ്യമായി ഇന്ത്യ ഔദ്യോഗികമായി പറയുകയാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ബ്രഹ്മോസ് പാകിസ്ഥാനിൽ അർദ്ധരാത്രിയിൽ സൂര്യോദയം ഉണ്ടാക്കി എന്നാണ് ഭുജിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞത്.
ഇതാദ്യമായാണ് അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു 15 ബ്രഹ്മോസുകൾ ഇന്ത്യ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഭുജിലെ വ്യോമതാവളത്തിൽ, ആ വ്യോമതാവളത്തിൽ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടായിരുന്നു. അവിടെ നേരിട്ടെത്തിയാണ് പാകിസ്ഥാനെതിരെ കടുത്ത നടപടി, ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്നതടക്കം പ്രതിരോധ മന്ത്രി പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചുരുക്കം, ശ്രീനാഥ്? വിജയകുമാർ, 3 കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ആദ്യത്തേത് ഭുജ് അടക്കമുള്ള വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു എന്ന പാകിസ്ഥാന്റെ ക്ലെയിം ഓരോ ഇടത്ത് ചെന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ചേർന്ന് പൊളിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഭുജിലെത്തിയ പ്രതിരോധ മന്ത്രി അവിടെ നിന്ന് തന്നെ ഒരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നത്. ആ വ്യോമത്താവളത്തിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടെ ആദ്യം ലഭിക്കുന്നത്. രണ്ടാമത്തേത്, പാകിസ്ഥാനെതിരെ നമ്മുടെ കൈവശമുള്ള ഏറ്റവും പ്രഹരശേഷി കൂടിയ ആയുധങ്ങൾ തന്നെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഔദ്യോഗികമായി, അതിനൊരു ഔദ്യോഗിക സ്വഭാവം കൂടി ഉണ്ടാവുകയാണ്. ഒരു സ്ഥിരീകരണം പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ബ്രഹ്മോസ് മിസൈലുകൾ തന്നെ പാകിസ്ഥാനെതിരെ നമ്മൾ പ്രയോഗിച്ചിരുന്നു. പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളിൽ കനത്ത നാശമുണ്ടായത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് പ്രതിരോധ മന്ത്രി നൽകുന്നത്. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളെ തടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് വ്യോമത്താവളങ്ങളിൽ വലിയ നാശം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ നിന്ന് ലോകരാജ്യങ്ങൾ ഇനിയെങ്കിലും പുറകോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. IMF ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെയും പാകിസ്ഥാന് സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അടക്കമുള്ള നടപടികൾ നിർത്തണം. കാരണം പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ അത്രയും പരോക്ഷമായി പോകുന്നത്, നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ പരോക്ഷമായി അത് ഭീകരവാദത്തിന് സഹായിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. കാരണം ഈ സഹായങ്ങൾ പാകിസ്ഥാൻ നൽകുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ്, ഭീകരർക്കാണ്. മസൂദ് അസറിന്, കൊടും ഭീകരനായ മസൂദ് അസറിന് 14 കോടി രൂപ നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം കൂടി പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാനും അവർക്കെതിരെ നമ്മൾ സ്വീകരിച്ച നടപടികൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന കാര്യം സൂചിപ്പിക്കാൻ, ഒപ്പം തന്നെ അവർ നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള നാശവും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും പ്രതിരോധ മന്ത്രിയുടെ ഈ 2 ദിവസത്തെ സന്ദർശനത്തിലൂടെ കഴിയുകയാണ്. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇതാദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുന്നത്. അത് പ്രതിരോധ മന്ത്രി തന്നെ ഭുജിലെത്തി, അവിടുത്തെ വ്യോമതാവളത്തിലെത്തി അത് പറയുകയാണ്. പാകിസ്ഥാനിൽ അർദ്ധരാത്രിയിൽ ബ്രഹ്മോസിന്റെ സൂര്യോദയമാണ് നമ്മൾ കണ്ടത്, അവിടെ സൂര്യോദയം കൊണ്ടുവന്നു എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭുജിലെ വ്യോമതാവളത്തിൽ വ്യക്തമാക്കിയത്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ജമ്മു കാശ്മീരിൽ 48 മണിക്കൂറിനിടെ 6 ഭീകരരെ വധിച്ചതായി സൈന്യം. ഭീകരരെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വിഭാഗങ്ങൾ ഉറപ്പു നൽകി. കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിലെത്തി. പെഹൽഗാം ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കടുത്ത നടപടിയാണ് വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്നത്. മെയ് 12-നാണ് ഷോപ്പിയാൻ മേഖലയിൽ ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുന്നത്. പിറ്റേന്ന് പുലർച്ചെ തന്നെ സൈന്യം പ്രദേശം വളഞ്ഞ് തെരച്ചിൽ തുടങ്ങി. വനത്തിൽ ഏറെ ദുഷ്കരമായ ഓപ്പറേഷനാണ് സേന വിജയകരമായി പൂർത്തിയാക്കിയത്. 3 ഭീകരരെ വധിച്ചു. 48 മണിക്കൂറിനുള്ളിൽ അടുത്ത ഓപ്പറേഷൻ. ത്രാലിലെ നാന്ദേറിൽ ഗ്രാമത്തിനകത്താണ് ഭീകരർ എത്തിയതെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കി. इन दोनों ऑपरेशंस में सीआरपी, आर्मी, जम्मू कश्मीर पुलिस का शाना बशाना रोल रहा है और इन लोगों ने, हमारे जवानों ने और हमारे अफसरों ने कंधे से कंधा मिला के इन ऑपरेशंस को अंजाम दिया है. इन दोनों ऑपरेशंस में 6 टेररिस्ट को न्यूट्रलाइज किया गया. ഗ്രാമത്തിലെ വീടുകളിൽ ഒളിച്ചിരുന്നാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. ഗ്രാമവാസികളെ മറയാക്കാൻ ശ്രമമുണ്ടായി. സാധാരണക്കാർക്ക് അപായമൊന്നും പറ്റാതെ വേണമായിരുന്നു ഭീകരരെ നേരിടേണ്ടത്. അതും വിജയകരമായി പൂർത്തിയാക്കാൻ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞു. ജർമ്മൻ വിനോദസഞ്ചാരികളെ ആക്രമിച്ച ഷാഹിദ് കുട്ടെ അടക്കമുള്ള 3 ഭീകരരെ കൂടി വധിച്ചു. വനമേഖലയിലടക്കം സൈന്യം ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. 24 ഡൽഹി. കണ്ണൂർ മലപ്പുറത്തുണ്ടായ കോൺഗ്രസ് CPM സംഘർഷത്തിന് പിന്നാലെ ജില്ലയിൽ വീണ്ടും അക്രമ സംഭവങ്ങൾ. യൂത്ത് കോൺഗ്രസ് പ്രകോപന മുദ്രാവാക്യത്തിനെതിരെ SFI പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും തകർത്തു.
അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ മലപ്പട്ടത്തുണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപന മുദ്രാവാക്യം, അതിനുശേഷം ജില്ലയിലെമ്പാടും ഉണ്ടാകുന്ന ഇതിന് സമാനമായ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് സമാനമായ സാഹചര്യങ്ങൾ, ഇതിനോട് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു? CPM ഇന്നലെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത് സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന് പരോക്ഷമായി നേതാക്കളൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? അത്തരമൊരു മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിനിടെ ഉണ്ടായതാണല്ലോ, പെട്ടെന്നുണ്ടായ പ്രകോപനം. അതിൽ ഒരു പ്രതികരണത്തിന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുണ്ടോ അരുൺ? വിജയകുമാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലാകെ സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങളും വ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുള്ളത്, അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. മലപ്പട്ടത്ത് നടത്തിയ പ്രകോപന മുദ്രാവാക്യം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷം CPI-എം അതോടൊപ്പം തന്നെ DYFI, SFI ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അതിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ അവർ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധ പരിപാടികൾക്കിടെ പലയിടങ്ങളിലും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. പാനൂരിലും സമാനമായി കോൺഗ്രസ് ഓഫീസിൽ കയറി കൊടികൾ പിഴുതുമാറ്റി അത് റോട്ടിലിട്ട് കത്തിക്കുന്ന സാഹചര്യം, അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ SFI നടത്തിയ പ്രകടനത്തിനിടെയാണ് വ്യാപകമായ അക്രമമുണ്ടായത്. കോൺഗ്രസിൻ്റെ കൊടിമരകൾ പിഴുതുമാറ്റി, ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടർ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നതാണ് പ്രകോപന മുദ്രാവാക്യം. അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് ഇന്നലെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആ മുദ്രാവാക്യം വിളിച്ചതിന് അംഗീകരിക്കുന്നില്ല എന്നും മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിലെന്തെങ്കിലും ഒരു നടപടി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നൊരു നിലപാട് യൂത്ത് കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും CPM ഇതിനെ വലിയ രീതിയിൽ ഇതിനെതിരെ നിലപാടെടുക്കുകയാണ്. ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല, അതിനെ പൊറുക്കാൻ സാധിക്കില്ല എന്നതാണ് പറയുന്നത്. വ്യാപകമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നതാണ് CPM എടുത്തിട്ടുള്ള നിലപാട്. ഇന്ന് വൈകിട്ടും വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ DYFIയുടെ പ്രതിഷേധ പരിപാടികളുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് എന്തായാലും മുന്നിൽ കാണുന്നുണ്ട്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂർ നഗരത്തിൽ വ്യാപകമായ അക്രമമാണ് SFIയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായത്. ജില്ലയിലാകെ ഈ സംഘർഷങ്ങൾ വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ തുടർച്ചയായിട്ടുള്ള ഇരുഭാഗം നേതാക്കളിൽ നിന്നുള്ള പ്രകോപനങ്ങളും ഇതിന് പശ്ചാത്തലമായി തുടരുന്നുണ്ട് എന്നതും കാണേണ്ടതാണ്. ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ പ്രസംഗത്തിനിടെ ഇത്തരത്തിൽ കത്തിയുമായി, ധീരജനെ കുത്തിയ കത്തിയുമായി വരുന്നവർക്ക് ഒരു പുഷ്പചക്രം ഞങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ടെന്നാണ് KK രാഗേഷിൻ്റെ പ്രതികരണം ഉണ്ടായത്. DYFIയുടെ ജില്ലാ സെക്രട്ടറിയും സമാനമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ പ്രകോപന പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകോപന പ്രസംഗങ്ങൾ, പ്രതികരണങ്ങൾ, അങ്ങനെ ഒരു പശ്ചാത്തലം, ഒരു സംഘർഷ സാഹചര്യം സംഘർഷസമാന സാഹചര്യം ജില്ലയിൽ പലയിടത്തും നിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ണൂർ നഗരത്തിൽ കണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം കണ്ണൂർ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകോപന മുദ്രാവാക്യത്തിനെതിരെ കൊല്ലപ്പെട്ട SFI നേതാവ് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ 3.5 വർഷം അനുഭവിച്ച വേദന വീണ്ടും ഓർമ്മിപ്പിക്കുന്ന നീചമായ പ്രവൃത്തിയെന്ന് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ പറഞ്ഞു. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഴക്കിയ പ്രകോപന മുദ്രാവാക്യം. 3.5 വർഷം ഞങ്ങൾ അനുഭവിച്ച വേദനയ്ക്കും ദുഃഖത്തിനും സങ്കടത്തിനും അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്, നീചമായ പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം 45 വർഷത്തിലധികമായി കോൺഗ്രസ് അനുഭാവിയായതിന് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകമെന്ന് ഈ കോൺഗ്രസ്സുകാർ പറയണം. ആദ്യം അവർ പറഞ്ഞത് അവരല്ല ഈ കൊല ചെയ്തതെന്ന്. എന്നാൽ അവരുടെ നാവിൽ നിന്ന് തന്നെ
ഈ കൊലപാതകം അവർ ചെയ്തതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അവർ തന്നെ പറയുകയാണ്. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി എന്ന മുതിർന്ന CPM നേതാവ് ജി സുധാകരന്റെ പരാമർശം തള്ളി അന്നത്തെ LDF സ്ഥാനാർത്ഥി KV ദേവദാസ്. സുധാകരന്റെ പ്രസംഗം കേട്ടത് അത്ഭുതത്തോടെ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും എന്തുകൊണ്ടാണ് സുധാകരൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്നും KV ദേവദാസ് 24-നോട് പറഞ്ഞു. അതേസമയം ജി സുധാകരന്റെ പരാമർശത്തിൽ തുടർ നടപടികൾക്കായി നിയമോപദേശത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ്. 1989-ലെ CPIM സ്ഥാനാർത്ഥി KV ദേവദാസ് സുധാകരന്റെ പ്രസ്താവന പാടെ തള്ളുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി ആ റിപ്പോർട്ടുണ്ടപ്പോൾ. എന്താ ഇങ്ങനെ പ്രതികരിക്കാൻ? ഞാൻ എൻ്റെ ശ്രദ്ധയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടിട്ടില്ല. ആരും എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമില്ല. മികച്ച സംഘാടകനായിരുന്ന ജി സുധാകരൻ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല എന്നും ദേവദാസ്. എൻ്റെ ബുദ്ധവിശ്വാസത്തിൽ സുധാകരൻ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുമെന്നും തോന്നുന്നില്ല. ചെയ്യലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതേസമയം ജി സുധാകരനെതിരെ നിയമ നടപടി കൈക്കൊള്ളുന്നതിൽ നിയമോപദേശം ലഭിക്കാൻ കാത്തുനിൽക്കുകയാണ് പോലീസ്. ഇന്ന് തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തേക്കും. ബൂത്തുപിടുത്തം ഉൾപ്പെടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 4 വകുപ്പുകൾ പ്രകാരം കേസെടുക്കാമെന്നാണ് വിലയിരുത്തൽ. 1 മുതൽ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. സുധാകരന്റെ പ്രസ്താവന CPIM നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിഷയം ചർച്ചയായേക്കും. 24 ആലപ്പുഴ. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന് കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റ് രക്തം വാർന്നതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. നാട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടക്കാക്കുണ്ട് പറശ്ശേരി മേഖലകളിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ വനംവകുപ്പ് പ്രസ്തുത മേഖലകളിൽ പ്രത്യേക തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാളികാവ് പാറശ്ശേരിയിൽ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്നലെ രാത്രി സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. എന്നാൽ റാവുത്താൻ മലയിൽ നിന്ന് കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവാക്രമണമുണ്ടായ സ്ഥലത്തും സമീപത്തെ അരുവിക്കടുത്തും കൂടുകൾ സ്ഥാപിച്ചു. 20 പേരടങ്ങുന്ന 3 റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിലിനുണ്ട്. ഇപ്പോൾ ഇന്ന് തിരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. ഇന്ന് 2 കൂടാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഒന്ന് ആ ഇൻസിഡന്റ് നടന്ന സമയത്തും ഒന്ന് വാട്ടർ ഹോളിന് അടുപ്പിച്ചും. ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ വയ്ക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കുങ്കിയാന കൂടി ഉച്ചയ്ക്ക് ശേഷം പാറശ്ശേരിയിലെത്തും. ഡ്രോൺ പരിശോധനയും ഉടൻ ആരംഭിക്കും. കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിന്റെ പിൻവശത്ത് ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട്. പൃഷ്ഠഭാഗത്ത് നിന്ന് മാംസം കടിച്ചെടുത്തു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാളികാവിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. വനം മന്ത്രിയുടെ കൈയും കാലും കെട്ടി കടുവക്കൂട്ടിലിടണമെന്ന് DCC പ്രസിഡന്റ് VS ജോയ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിലെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഇന്ന് ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറും. 24 മലപ്പുറം. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. MLAയുടെ ഇടപെടൽ മൂലം കേസ് അന്വേഷണം തടസ്സപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും വനമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കോന്നി MLA KU ജനീഷ് കുമാറിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുമാണ് റിപ്പോർട്ട്. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ MLA ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി. ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം തടസ്സപ്പെട്ട നിലയിലാണെന്നും ദക്ഷിണ മേഖല CCF RR കമലഹാർ വനം മന്ത്രി AK ശശീന്ദ്രൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വന്യജീവി ആക്രമണങ്ങളിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോന്നി DFO ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തി. കാക്കി ഊരി വന്നാൽ DYFIക്കാർക്ക് കൈകാര്യം ചെയ്യാനേ വനംവകുപ്പുകാർ ഉള്ളൂ എന്ന് CPIM ചിറ്റാർ ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രന്റെ പ്രകോപന പരാമർശം. കായികബലം പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ശേഷി പരീക്ഷിക്കാൻ കാക്കി ഊരിയിട്ട ശേഷം ഞങ്ങൾ DYFIക്കാരും വിചാരിച്ചാൽ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയുടെ പ്രവർത്തകർ വിചാരിച്ചാൽ ഈ
തൂത്തുവാരി അടിച്ചില്ലാതാക്കാൻ പറ്റിയ ഫോറസ്റ്റുകാരനും മറ്റ് അനുബന്ധമായ ആളുകൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ എന്ന് തിരിച്ചറിയണം. വനമുദ്യോഗസ്ഥർ അനധികൃതമായി തടങ്കലിൽ പാർപ്പിച്ചു എന്ന 6 പേരുടെ പരാതിയിൽ പോലീസ് മൊഴിയെടുക്കൽ ആരംഭിച്ചു. അതേസമയം വനംവകുപ്പ് നൽകിയ പരാതിയിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. AV ജയശങ്കർ, 24 പത്തനംതിട്ട. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഫോറസ്റ്റ് രാജാണ് പല സ്ഥലങ്ങളിലും ഇവർ നടപ്പാക്കുന്നത്. KU ജനീഷ് കുമാർ MLAക്ക് പൂർണ്ണ പിന്തുണയെന്നും ജോസ് കെ മാണി MP 24നോട് പറഞ്ഞു. ഒരു പരിധിവരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ കാണുന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക്. എന്താണ് ഇവർ ചെയ്യുന്നത്? 1 മൂന്നാം പറ, 2 ഒരു ഫോറസ്റ്റേഴ്സ് രാജ് നടത്തുകയാണ് അവർ. ഇത് ജനീഷ് കുമാർ എന്നുള്ളതിന്റെ വിഷയമല്ല, ഒരു ജനപ്രതിനിധിക്ക് അവകാശമുണ്ട്. മാത്രമല്ല, എന്താണ് ഈ പ്രതിക്കെതിരെയുള്ള കേസ് ചോദിക്കാൻ മറുപടിയില്ലല്ലോ. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ജോസ് കെ മാണിക്ക് തുടർച്ചയായി വനം വകുപ്പിനെ വിമർശിക്കേണ്ടി വരുന്നു, വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസിന്റെ ഒരു ബെൽറ്റിലൊക്കെയാണ് വലിയ വിമർശനം നാട്ടുകാർ വനം വകുപ്പിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി കൂടി ഈ നിലപാട് സ്വീകരിക്കാനേ ജോസ് കെ മാണിക്ക് കഴിയൂ. കടുത്ത നടപടികളൊക്കെ വേണം എന്ന് പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗം ജോസ് കെ മാണിയോട് ആവശ്യപ്പെടുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്? വിജയകുമാർ, തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ കർഷകർ തന്നെയാണ്. കർഷകരുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നേരിട്ട് തന്നെ കേരള കോൺഗ്രസിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വന്യജീവി പ്രശ്നത്തിൽ കടുത്ത നിലപാടിലേക്ക് കേരള കോൺഗ്രസ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനീഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ നിലപാട്, കേരള കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന വനപാലകരെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. അവരുടെ നിലപാടുകൾ ശരിയല്ല, പോലീസ് രാജ് നടപ്പാക്കുന്ന രീതിയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും പോലീസ് സ്വീകരിക്കേണ്ട ചില നിയമ നടപടികളുണ്ട്, അതുപോലും ഈ വനപാലകർ വന്ന് സ്വീകരിക്കുകയാണ്. അങ്ങനെ കടന്നു കയറിയുള്ള ചില നിലപാടുകൾ ഈ വനപാലകർ സ്വീകരിക്കുന്നു. അവരുടെ നിലപാട് ശരിയല്ല. ഈ വിഷയത്തിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ എടുത്തു ചോദിച്ച മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതിൻ്റെ അകത്ത് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുമോ, പ്രത്യേകിച്ചും വനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയോ എന്ന കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം കാര്യമായിട്ടുള്ള മറുപടി, അതായത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കേന്ദ്രത്തിൽ കർശനമായിട്ട് ഈ കാര്യം ഉന്നയിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ കേരള കോൺഗ്രസിന് കണ്ണടച്ച് നിൽക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ സാധിക്കില്ല. വിഷയം രൂക്ഷമാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ കേരള കോൺഗ്രസിന് സ്വീകരിക്കേണ്ടി വരും. അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിലാണ് രൂക്ഷ വിമർശനം വനപാലകർക്കെതിരെ ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ടോബി ജോൺസനാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്തു നിന്ന്. എന്തായാലും പാർട്ടിക്കകത്തു നിന്നുകൂടി ഈ വിഷയത്തിൽ ജോസ് കെ മാണിക്ക് മേൽ സമ്മർദ്ദമുണ്ട്. വനം വകുപ്പ് അവരുടെ ഉദ്യോഗസ്ഥർ ഈ കാർഷിക മേഖലയിൽ കർഷകരെ ദ്രോഹിക്കുന്നു എന്ന ആരോപണം UDF ശക്തമായി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും LDFിൻ്റെ ഭാഗമായ കേരള കോൺഗ്രസ് എന്ന ചോദ്യം ശക്തമാണ്. അതുകൊണ്ടായിരിക്കാം കുറെ കൂടി കടുത്ത ഭാഷയിൽ ഫോറസ്റ്റ് രാജ് എന്ന വാക്കൊക്കെ അദ്ദേഹം പ്രതികരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തുടർ നീക്കങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ ക്രൂരമായി കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കുറ്റം സമ്മതിച്ച് പ്രതികളായ CISF ഉദ്യോഗസ്ഥർ. വാഹനം തട്ടിയതിന് പിന്നാലെ ഐവിൻ ജിജോയെ മർദ്ദിച്ചെന്നും വീഡിയോ പകർത്തിയത് പ്രകോപിപ്പിച്ചു എന്നും മൊഴിയിലുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 1-ാം പ്രതി വിനയ് കുമാർ ദാസിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. CISF ഉദ്യോഗസ്ഥർ അശ്രദ്ധമായി കാർ ഓടിച്ചതാണ് തർക്കത്തിന് തുടക്കം കുറിച്ചതെന്ന് 2-ാം പ്രതി മോഹൻ മൊഴി നൽകി. ഐവിന്റെ കാറിൽ തട്ടിയതോടെ വാക്കേറ്റമുണ്ടായി. പിന്നാലെ നേരിയ സംഘർഷവും. എല്ലാം ഐവിൻ മൊബൈലിൽ പകർത്തി. നാട്ടുകാർ എത്തുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഐവിനെ കാറിടിപ്പിച്ചത്. 1 കിലോമീറ്ററോളം ഐവിൻ ബോണറ്റിലുണ്ടായിരുന്നിട്ടും വാഹനം നിർത്താൻ പ്രതികൾക്ക് തോന്നിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വാഹനമോടിച്ച വിനയ് കുമാറിന് പുറമെ അടുത്ത സീറ്റിലുണ്ടായിരുന്ന മോഹനെതിരെയും കൊലക്കുറ്റം ചുമത്തിയത്. അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട്
മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് തുറവൂർ പഞ്ചായത്ത്. ആവശ്യം വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിൻ്റെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച തുറവൂർ ഭയങ്കര പ്രതിഷേധ യോഗം വയ്ക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇത്തരം നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പരമാവധി CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. പ്രതികളെ റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. തെളിവെടുപ്പ് നടത്തും. പ്രതികൾക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നെടുമ്പാശ്ശേരി CISF ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥരുടെ വൈദ്യപരിശോധന ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നടത്താനിരുന്ന പരിശോധനയാണ് മാറ്റിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ CISF ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട്, രോഷമുണ്ട്. അത് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന മട്ടിലേക്ക് കൈവിട്ടു പോകുമോ എന്നൊരാശങ്ക പോലീസിനുണ്ടോ? വിജയകുമാർ, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷം വലിയ ജനകീയ പ്രതിഷേധമാണ് നെടുമ്പാശ്ശേരിയിലും ആ പരിസരത്തുമൊക്കെ ഉണ്ടായത്. പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന് അറിഞ്ഞുമൊക്കെ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഇതേ സാഹചര്യം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് പിന്നാലെയും ഉണ്ടാകുമെന്ന് പോലീസ് കണക്കുകൂട്ടി. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രതിഷേധമുണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധന ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പ്രതികൾക്കെതിരെ കയ്യേറ്റമോ മറ്റോ ഉണ്ടായാൽ അത് പോലീസ് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതുകൂടി ഒഴിവാക്കുന്നതിനാണ് പരിശോധന അങ്കമാലിയിൽ നിന്ന് ആലുവ ആശുപത്രിയിലേക്ക് മാറ്റുകയും ജില്ലാ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ ഇപ്പോൾ തിരികെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. 2 മണിയോടുകൂടി പ്രതികളെ അങ്കമാലി 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് വിട നൽകുകയാണ് ജന്മനാട്. സംസ്കാരം 2:30-ക്ക് തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടക്കും. ഐവിനെ കൊലപ്പെടുത്തിയവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബൈക്കിൽ പോയാൽ നായ വട്ടം ചാടുമെന്ന ഭീതിയിലാണ് മകന് കാർ നൽകിയത്. അതൊരു മടങ്ങിവരവില്ലാത്ത യാത്രയായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ അമ്മ. നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഐവിൻ. എല്ലാവരോടും സ്നേഹം മാത്രം. നാട്ടുകാർക്കിനിയും നടുക്കം മാറിയിട്ടില്ല. കൊലപാതകികളായ CISF ഉദ്യോഗസ്ഥർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് ആവശ്യം. അതല്ല അമ്മാന്ന് പറഞ്ഞില്ലേ, 2 വീലറിന് പോയാ പട്ടിയായിട്ട് അവിടെ നിന്ന് കാറിൽ വിട്ടു തരുമ്പോൾ സഹിക്കാൻ പറ്റില്ല. കേട്ടപ്പോ നമ്മളിവിടെ കണ്ണിൽ തന്നെ ഒഴിപ്പോയി. ശരീരത്തിന്റെ പകുതി ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. അത്രമാത്രം വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ. വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അവനെ ഇങ്ങനെ ചെയ്ത ആളെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവന്ന് കൃത്യമായ അവന് ഒരു വിധി ന്യായത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. നാളെ ഒരു പിള്ളേർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഐവിന്റെ അമ്മയുടെ കണ്ണീരിന് മറുപടി നൽകാൻ ആർക്കുമാവില്ലെങ്കിലും കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. ഇനി ഐവിൻ ജിജോമാർ ആവർത്തിക്കാതിരിക്കണം. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. BJPയെ പുകഴ്ത്തിയും ഇന്ത്യ സഖ്യത്തെ പ്രതിരോധത്തിലാക്കിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം. ഇന്ത്യ സഖ്യം നിലവിൽ ദുർബലമാണ്. BJPയെ പോലെ സംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിലില്ല എന്നുമാണ് പരാമർശം. P. ചിദംബരത്തിന്റെ പ്രസ്താവന ആയുധമാക്കി BJP നേതാക്കൾ രംഗത്ത് വന്നു. If the India alliance is totally intact, I'm very, very happy. But it is, it shows it's at the seams it's frayed. If you want to take on the formidable BJP missionary, in my experience and my reading of history, there has been no political party which is so formidably organized as the BJP. ഇന്ത്യ സഖ്യം പൂർണ്ണ ശക്തിയോടെ നിലനിൽക്കുന്നുവെങ്കിൽ താൻ സന്തോഷിക്കും.
നിലവിൽ ഇന്ത്യ സഖ്യം ദുർബലമാണ്. ശക്തിപ്പെടുത്താൻ ഇനിയും സമയമുണ്ട്. തൻ്റെ ചരിത്ര വായനയിൽ നിന്ന് BJP പോലെ സംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു പി ചിദംബരത്തിൻ്റെ പ്രസ്താവന. ഇന്ത്യ സഖ്യത്തിൻ്റെ ദുർബലതയെക്കുറിച്ചുള്ള വാക്കുകളേക്കാൾ കോൺഗ്രസിന് പ്രഹരമേൽപ്പിച്ചത് BJPയുടെ സംഘടനാ മികവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകളാണ്. ചിദംബരത്തിൻ്റെ പ്രസ്താവന BJP സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ അനുയായികൾക്ക് പോലും കോൺഗ്രസിന് ഭാവിയില്ലെന്നറിയാമെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നിർജീവമാണെന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ വിമർശനത്തിന് പിന്നാലെയാണ് പി ചിദംബരത്തിൻ്റെ പ്രതികരണം. പി ചിദംബരത്തിൻ്റെ പ്രസ്താവനയിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. 24 ഡൽഹി. ആലപ്പുഴയിൽ കോളറ ബാധിതനായി ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. തലവടി സ്വദേശി PG രഘുവാണ് മരിച്ചത്. ഇയാൾക്ക് വൃക്ക രോഗം ഉൾപ്പെടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഗുരുതരാവസ്ഥയിലായിരുന്ന രഘു വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തിയത്. വൃക്കരോഗമടക്കം രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന രഘുവിന് ദിവസങ്ങൾക്ക് മുൻപാണ് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടത്. തുടർന്ന് തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത്. 12 വർഷത്തിനു ശേഷമാണ് കുട്ടനാട് മേഖലയിൽ കോളറ സ്ഥിരീകരിക്കുന്നത്. തലവടി പഞ്ചായത്തിൽ കോളറ രോഗബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്നുള്ള പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി. രഘുവിന്റെ ശവസംസ്കാരം ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. 24 ആലപ്പുഴ. പെരുമ്പാവൂരിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ പിതൃസഹോദരൻ അറസ്റ്റിൽ. കഞ്ചാവ് കേസിൽ പിടികൂടിയ പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് 120 ഗ്രാം കഞ്ചാവുമായി 31-കാരനായ യുവാവ് പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാളുടെ ലഹരി ഇടപാടുകൾ കണ്ടെത്താൻ മൊബൈൽ ഫോൺ പരിശോധിച്ച പോലീസുകാർ ഞെട്ടി. സ്വന്തം സഹോദരന്റെ 5 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രതിയുടെ മൊബൈൽ ഫോണിൽ പോലീസുകാർ കണ്ടത്. കുട്ടിയെ പീഡനത്തിനിരയാക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തെത്തിയാണ് ലൈംഗികാതിക്രമം നടത്തുന്നത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. NDPS ആക്ടിന് പുറമെ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. പെരുമ്പാവൂർ പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് 4 വയസ്സുകാരിയോട് ചെറിയച്ഛൻ നടത്തിയ കൊടും ക്രൂരത പുറത്തു കൊണ്ടുവന്നത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഇടുക്കിയിലെ ലഹരി ഹോട്ട്സ്പോട്ടുകളിൽ പരിശോധന ശക്തമാക്കി എക്സൈസ്. അതിർത്തി മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധന തുടങ്ങി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മറയാക്കിയുള്ള ലഹരി ഉപയോഗവും വിപണനവും 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയ സജീവമാണെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ലഹരി ഉപയോഗവും വിപണനവും തടയുകയാണ് പരിശോധന ശക്തമാക്കുന്നതിലൂടെ എക്സൈസിന്റെ ലക്ഷ്യം. ഷാഡോ ടീമിന്റെ രാത്രികാല പരിശോധനയും സ്ട്രൈക്കിംഗ് ഫോഴ്സ് പകൽ സമയ നിരീക്ഷണവും അതിർത്തി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശക്തമാക്കി. നമ്മൾ ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകമായ രാത്രികാല പരിശോധനകളും വിവരശേഖരണവും നടത്തുന്നുണ്ട്. കൂടുതലായി ടൂറിസ്റ്റുകൾ വന്ന് തമ്പടിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ പ്രത്യേകമായ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനൊക്കെ വിധേയമാക്കി വരും. രാമക്കൽമേട്, ആമപ്പാറ, ചതുരംഗപ്പാറ, ചിന്നക്കനാൽ, മൂന്നാർ, തൂവൽ, തേക്കടി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ട പരിശോധന. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന വ്യാപിപ്പിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മറയാക്കി ലഹരി ഉപയോഗവും വിപണനവും നടക്കുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് എക്സൈസിന്റെ നടപടി. 24 ഇടുക്കി. മലപ്പുറത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനിരയായി പണം നഷ്ടമായവർക്ക് ഇടനിലക്കാരന്റെ ഭീഷണി. പരാതിയുമായി മുന്നോട്ടു പോയാൽ വീട്ടിൽ കയറി കുത്തിമലർത്തുമെന്നാണ് ഇടനിലക്കാരൻ ഷറഫ് അലിയുടെ ഭീഷണി. കർണാടക ആസ്ഥാനമായുള്ള ഇനോവേറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് സൂപ്പർ മാർക്കറ്റുകൾക്കായി ഇടനിലക്കാർ മുഖേന നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. സൂപ്പർ മാർക്കറ്റ് പൂട്ടിപ്പോയതോടെ ലക്ഷങ്ങളാണ് സാധാരണക്കാർക്ക് നഷ്ടമായത്. പണം തിരികെ ചോദിച്ചപ്പോഴാണ് ഇടനിലക്കാരൻ ഷറഫ് അലി ഇബ്രാഹിം എന്ന നിക്ഷേപകനെ ഭീഷണിപ്പെടുത്തിയത്. ഞാൻ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാം, ഇവിടെ ഉള്ള ചവിടുക്കാൻ വരാം, മാന്യം മര്യാദയായിട്ട് വർത്താനം പറഞ്ഞോട്ടെ. ഇനി വരാനുള്ളടത്തോളം ഒന്നും വരാൻ വിചാരിച്ചിട്ട് അടക്കാണ് ഞാൻ. കുത്തിയാണ് മലത്തും അന്നെ വെല്ലുവിളിച്ചാലേ മെല്ലെ വിളിച്ചാണ്. മാട്ടിൽ ഫാമിലിപ്പെട്ട ആളല്ലേ.
ഞാൻ കോടികൾ കട്ടിക്കണമെന്ന് പറഞ്ഞുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നെ തല ചിലപ്പോൾ ഞാൻ കൊച്ചു. പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്നായിരുന്നു ഷറഫ് അലിയുടെ മുന്നറിയിപ്പ്. നിക്ഷേപകരുടെ പരാതിയിൽ ഷറഫ് അലി, നൌഷാദ് ബാബു എന്നിവർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു. മലപ്പുറം ജില്ലയിലുടനീളം 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് വിവരം. 24 തിരൂർ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകന് INTUC പ്രവർത്തകരുടെ മർദ്ദനം. ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ അരുൺ രാജിനാണ് മർദ്ദനമേറ്റത്. ബേക്കറി ജംഗ്ഷനിൽ വാഹനം കടന്നു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമേരിക്ക ഇറാൻ ആണവ കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ചർച്ചയ്ക്കെത്തിയത് സൈനിക നടപടി അസാധ്യമായപ്പോഴെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. സാമ്പത്തിക ഉപരോധം അവസാനിപ്പിച്ചാൽ ആണവ കരാറിന് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചു. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് 2018 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത്. പിന്നീട് കരാറിൽ പുനഃപരിശോധന നടത്തിയത് ജോ ബൈഡൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിച്ചാൽ കരാറിലേക്ക് മടങ്ങാമെന്നായിരുന്നു ബൈഡന്റെ നിലപാട്. 2 വർഷത്തോളം നീണ്ട ചർച്ചകൾ നടന്നെങ്കിലും കരാറിൽ തീരുമാനമായില്ല. ഇറാൻ നിയന്ത്രണങ്ങൾ മറികടന്ന് യുറേനിയം സമ്പുഷ്ടീകരണം തുടർന്നു. ഗൾഫ് പര്യടനത്തിനിടെ ട്രംപ് വ്യക്തമാക്കിയത് ആണവ കരാർ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസാനഘട്ട ചർച്ചയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയെന്നാണ്. എന്നാൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ ആക്രമണമെന്ന ട്രംപിന്റെ പരാമർശം ഇറാനെ ചൊടിപ്പിച്ചു. സൈനിക നടപടി എളുപ്പമല്ല എന്ന് വ്യക്തമായപ്പോഴാണ് അമേരിക്ക ചർച്ചയ്ക്കെത്തിയതെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ കരാറുമായി മുന്നോട്ടു പോകൂ എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് അലി ഷംഖാനിയും വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. തെലങ്കാനയിൽ മിസ് വേൾഡ് മത്സരാർത്ഥികളുടെ കാൽ സ്ത്രീകൾ കഴുകിയ സംഭവം വിവാദത്തിൽ. രാമപ്പ ക്ഷേത്രത്തിനു മുന്നിലായിരുന്നു സംഭവം. തെലങ്കാന സർക്കാർ ഇന്ത്യൻ വനിതകളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തിയതായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. അതിഥികളെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കാൽ കഴുകിയത് എന്നാണ് സർക്കാരിന്റെ മറുപടി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാമപ്പ ക്ഷേത്രം കാണാനെത്തിയതായിരുന്നു മിസ് വേൾഡ് മത്സരാർത്ഥികൾ. ക്ഷേത്രത്തിൽ പ്രവേശിക്കും മുൻപാണ് വോളണ്ടിയർമാരായ സ്ത്രീകൾ കാൽ കഴുകിയത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ BJPയും BRSും രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ രംഗത്തെത്തി. കൊളോണിയൽ അടിമത്വം കാണിക്കുന്ന ചടങ്ങാണെന്നും സ്ത്രീകളെ അപമാനിച്ചെന്നും ഇരുകൂട്ടരും കുറ്റപ്പെടുത്തി. സർക്കാർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട BRS വനിതാ നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്തയച്ചു. ആചാരപ്രകാരമുള്ള ചടങ്ങായിരുന്നുവെന്ന് മിസ് വേൾഡ് ഓർഗനൈസേഷൻ സമൂഹമാധ്യമക്കുറിപ്പിൽ പറയുന്നു. ആതിഥ്യ മര്യാദയുടെ ഭാഗമായാണ് മത്സരാർത്ഥികളുടെ കാൽ കഴുകിയതെന്നാണ് സർക്കാർ വിശദീകരണം. ഈ മാസം 31 ഹൈദരാബാദിലാണ് മിസ് വേൾഡ് മത്സരം. 24 ചെന്നൈ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ലൈസൻസ് പുതുക്കി നൽകാതെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. സ്റ്റേഡിയത്തിലെ പോരായ്മകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ലൈസൻസ് നിഷേധിച്ചത്. പ്രശ്നം മറികടക്കാൻ നടപടി തുടങ്ങിയതായി കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എല്ലാം കൊണ്ടും ദുരിതമായ സീസണിന് ശേഷം പ്രതീക്ഷയോടെ അടുത്ത സീസണിന് തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തിരിച്ചടി. ദേശീയ ലീഗ് കളിക്കാനുള്ള ആദ്യ കടമ്പയായ പ്രീമിയർ 1 ക്ലബ് ലൈസൻസ് നിഷേധിക്കപ്പെട്ടു. ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പോരായ്മകളാണ് തിരിച്ചടിക്ക് പ്രധാന കാരണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സുരക്ഷയിലെ ആശങ്കയും ചൂണ്ടിക്കാണിച്ചാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അപേക്ഷ തള്ളിയത്. കേരള ബ്ലാസ്റ്റേഴ്സ്, ഹൈദരാബാദ് FC, ഒഡീഷ FC തുടങ്ങിയ 7 ക്ലബ്ബുകൾക്ക് ലൈസൻസ് നിഷേധിച്ചു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചതിലൂടെ ക്ലീൻ സർട്ടിഫിക്കറ്റോടെ ലൈസൻസ് നേടിയത് പഞ്ചാബ് FC മാത്രം. മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ഉൾപ്പെടെ 7 ക്ലബ്ബുകൾക്ക് ലൈസൻസ് അനുവദിച്ചത് ഉപാധികളോടെ. ലൈസൻസ് നിഷേധിക്കപ്പെട്ടവർക്ക് അപ്പീൽ നൽകാനും ഇളവ് നേടാനുമുള്ള അവസരവുമുണ്ട്. അതേസമയം ക്ലബിന്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ മൂലമാണ് ലൈസൻസ് നിഷേധിക്കപ്പെട്ടതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കലൂർ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDAയുമായി നവീകരണത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച ലൈസൻസ് നേടാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ക്ലബിന്റെ വിശദീകരണം. പിഴയടച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് പുതുക്കാനാകുമെന്നും ISLൽ കളിക്കാനാവുമെന്നാണ് AIFFൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. മുമ്പും സമാന പ്രതിസന്ധിയുണ്ടായപ്പോൾ പിഴയടച്ച ബ്ലാസ്റ്റേഴ്സ് ഇളവ് നേടിയിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. ഡോളർ കരുത്താർജിച്ചതോടെ ചാഞ്ചാടി സ്വർണ്ണവില. ഇന്നലെ പവന് ഒറ്റയടിക്ക് 1560 രൂപ കുറഞ്ഞിരുന്നെങ്കിലും ഇന്ന് വില കൂടി. പവന്
വില ഇന്ന് 880 രൂപയാണ് കൂടിയത്. 69,760 രൂപയിലെത്തി. ഗ്രാമിന് 110 രൂപ ഉയർന്ന് 8,720 രൂപയായി. അമേരിക്കയിൽ മൊത്ത വിലക്കയറ്റം പ്രതീക്ഷിച്ചതിലും കുറഞ്ഞത്. പലിശ കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നതൊക്കെ സ്വർണ്ണ ഡിമാൻഡ് കൂടാനിടയാക്കി. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.